നമസ്കാരം. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രീൻ ഗ്ലോബലാണ് നമ്മളിങ്ങനെ മാറിയത് ചാനൽ. നമുക്കൊരു നിശ്ചിത ഇടവേള വരുമ്പം നമുക്കൊരു വിഷയം കിട്ടില്ല, അയ്യപ്പനെ കയറി പിടിക്കും. കാരണം അയ്യപ്പ ഈ കാനനവാസനാണ്. എല്ലാവരിൽ നിന്ന് രക്ഷപിടിക്കാനാണ് അയ്യപ്പൻ കാനനത്തിൽ പോയിരിക്കുന്നത്, ബ്രഹ്മചാരിയായിരിക്കുന്നത്. ആരുടെയും ശല്യം വേണ്ടല്ലോ. കുടുംബമാകുമ്പോൾ പിന്നെ ഭാര്യയായി മക്കളായി എല്ലാവരും കിടന്ന് വെള്ളം ഉണ്ടാക്കുമല്ലോ. ഈ വിളികളൊന്നും ഇല്ലാതെ ഏകാഗ്രനായി കാട്ടിനകത്ത് പോയിരിക്കുകയാണ് അയ്യപ്പൻ. എന്നാലും നമ്മളവിടെ പോയി ശല്യം ചെയ്യും. ഒരിക്കൽ ശബരിമല ക്ഷേത്രം കത്തിച്ചു, വിഗ്രഹം എടുത്തുകൊണ്ട് പോയി. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശബരിമലയെക്കുറിച്ച്. പിന്നെ അത് ബുദ്ധൻ്റെ വിഗ്രഹമാണ്, ബുദ്ധൻ ഇരിക്കും പോലെയാണ് ശബരിമല. ബുദ്ധം ശരണം ഗച്ഛാമി എന്നാണ്, സംഘം ശരണം ഗച്ഛാമി എന്നാക്കാണ് ശരണമയ്യപ്പ വന്നത്. പിന്നെ അത് ശാസ്താവാണ്, പിന്നെ ഭൂതമാണ്, അത് പിന്നെ ആദിവാസികളുടെ അമ്പലമാണ്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പോലും അയ്യപ്പനുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ്. അത് കഴിഞ്ഞു. നിലയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട വിഷയം, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതെല്ലാം പരിഹരിച്ചു. അവസാനം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണോ വേണ്ടേ, നീണ്ട പോരാട്ടമാണ് നടന്നത്. സുപ്രീം കോടതി പറഞ്ഞു സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞു. അവസാനം അത് വലിയ വിഷയമായി, കേരളത്തിലത് രാഷ്ട്രീയ വിഷയമായി, അതങ്ങ് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെടുത്തി ഹിന്ദു സംഗമം വരാൻ പോവുകയാണ്. 3000 പേരെ ഭക്തന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഹിന്ദു സംഗമം നടത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ തന്നെ ശക്തമായ എതിർപ്പ് വന്നു എല്ലാ ഭാഗത്തുനിന്നും. BJPയുടെ ഭാഗത്തുനിന്ന് വന്നു, സംഘപരിവാർ വന്നു, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് വന്നു, അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, എല്ലാ ഭാഗത്തുനിന്നും എതിർപ്പ് വന്നു. പക്ഷേ ഗവൺമെൻറ് അത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയായി കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നേരത്തെ CIA പ്രവൃത്തി വന്നപ്പോൾ, അതായത് നമ്മുടെ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ന്യൂനപക്ഷത്തിനും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമുണ്ടാകുന്നു എന്നുള്ള നിലയിൽ വലിയ ബഹളമാണ് ഉണ്ടായത് കേരളത്തിൽ. അപ്പോൾ CPM ആണ്, ഞങ്ങളാണ് രക്ഷകർ, കോൺഗ്രസിനെയൊക്കെ ദേശീയതലത്തിൽ കോൺഗ്രസ്സാണ് കൂടെ നിന്നതെങ്കിലും ഇവിടെ ഞങ്ങളാണ് നിങ്ങളുടെ രക്ഷകർ എന്നുള്ള നിലയിൽ CPM വലിയ ഹൈപ്പുണ്ടാക്കി. കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തൊക്കെ സമസ്തയുടെ നേതാക്കളെയും മറ്റ് മുസ്ലിം നേതാക്കളെയൊക്കെ വിളിച്ച് വലിയ സമ്മേളനം നടത്തി. മതപണ്ഡിതന്മാരെല്ലാം പങ്കെടുത്തു. പിണറായി വിജയൻ അതിനകത്ത് വലിയ പിന്നെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് പങ്കെടുത്തു. വലിയ കയ്യടിയൊക്കെ കിട്ടി. പക്ഷേ ആളുകൾ വോട്ട് ചെയ്തപ്പോൾ അവർ വീണ്ടും കോൺഗ്രസിനെ വോട്ട് ചെയ്തു. 19 സീറ്റും തോറ്റുപോയി. അപ്പോൾ മനസ്സിലായി മുസ്ലിങ്ങളെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അവർ ലീഗിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കത്തുള്ളൂ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ രണ്ടാമതാണ് പിന്നെ നോട്ട് നിരോധനവുമായി ബന്ധപ്പെടുത്തി വന്നപ്പോഴും ഇതുപോലെ കുറച്ച് കളികളൊക്കെ കളിച്ചു, അതും കളിച്ചു പിടിച്ചില്ല. പിന്നെയാണ് ശബരിമലയിൽ വിഷയത്തിൽ വന്നിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, ഹിന്ദുക്കളെ എങ്ങനെയാണ് ഇതിനകത്ത് പ്രീണിപ്പിക്കുക, അല്ലെ പിന്നെ എന്താണ് ഹിന്ദു സംഗമോ ശബരിമല സംഗമത്തിനൊക്കെ എന്താ കാര്യം, ഒരു കാര്യമുള്ളതല്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു പരിപാടി വരുന്നു, അതിൻ്റെ വിവാദം വരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, പണ്ട് ഒരു വനിതാ കമ്മീഷൻ്റെ ഒരു നേതാവ്, ആരെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് കുറച്ച് പൈസ വേണമായിരുന്നു, അവർക്കും അവരുടെ പാർട്ടിക്കും പൈസ വേണമെന്ന് പറയുമ്പോൾ ഒരു നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഉടനെ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു, പിന്നെ ഈ കല്യാണത്തിനൊക്കെ സ്ത്രീകൾ എത്ര പവൻ ഉൾപ്പെടെ ഇടണമെന്നൊക്കെ പറഞ്ഞൊരു കരയൊക്കെ പറഞ്ഞു. സ്വർണ്ണക്കാർക്ക് സ്വർണ്ണക്കച്ചവടം കുറയുന്ന രീതിയിലുള്ളൊരു പ്രസ്താവന ഇറക്കി. ഉടൻ തന്നെ ബില്ല് വേണമെന്നൊക്കെ പറഞ്ഞു. എല്ലാ സ്വർണ്ണ മുതലാളിമാരും ഇവരെയും വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെയും പോയി കണ്ടു, അതുപോയിട്ട് ഗവൺമെൻറ്റിനെയും കണ്ടു. അത്യാവശ്യം കാണേണ്ട രീതിയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ അത് 2 ദിവസം കൊണ്ട് ആ നിയമം വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ ടാക്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വരും. അത് ഓരോ വിഭാഗത്തെ പിടിക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നു. അതുപോലെ ഹിന്ദുക്കളെ വോട്ട് എങ്ങനെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രീണനം, അതിനകത്ത് പറയുന്നത് പ്രീണനമെന്നാണ്, വർഗീയ പ്രീണനം. ഭൂരിപക്ഷ വർഗീയത്തെ എങ്ങനെ പ്രീണിപ്പിക്കാൻ കഴിയും എന്നൊരു ചിന്തയിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനവും വലിയ പ്രശ്നമാണ്, ഭൂരിപക്ഷ പ്രീണനവും പ്രശ്നമാണെന്ന് EMSൻ്റെ കാലം മുതലേ പറയുന്നതാണ്. പക്ഷേ എന്തു ചെയ്യാം, നമ്മൾ കാലാകാലങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇങ്ങനെ കൊണ്ടുപോകുന്നു. പക്ഷേ CPMനെ സംബന്ധിച്ച് അതിൻ്റെ ഗുണം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചിട്ടും അതിൻ്റെ ഗുണം കിട്ടുന്നില്ല, അവരാരും വോട്ട് ചെയ്യുന്നുമില്ല. ഭൂരിപക്ഷത്തെ പ്രീണിപ്പിച്ചിട്ടും ഗുണം കിട്ടുന്നില്ല. എന്നാലും നടക്കട്ടെ. ഇപ്പോൾ ഇതാ അയ്യപ്പനാണ് ഇതിനകത്ത് വന്ന് വീണിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിലൂടെയാണ് ഇപ്പോൾ അടുത്തിനി വോട്ട് പിടിക്കുന്നുള്ള പുതിയ സാധനം വന്നിട്ടുള്ളത്. സ്വാമിയേ ശരണമയ്യപ്പ.